ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ സ്നാപകന്റെ ജനനവുമായി ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും അത്ഭുതം നിറഞ്ഞതായിരുന്നു. ദൈവത്തിൻ്റെ അരുളപ്പാട് യാഥാർത്ഥ്യമായി കൺമുമ്പിൽ കണ്ടപ്പോൾ അനേക മാസങ്ങൾ സ്വരബന്ധനത്തിലായിരുന്ന സെഖര്യാ പുരോഹിതൻ വായ് തുറന്ന് സംസാരിച്ചു. പ്രകൃതി നിയമങ്ങൾക്കതീതമായി എങ്ങനെയാണ് അത്ഭുതം നടക്കുന്നതെന്ന് ചോദിച്ച സെഖര്യാ പുരോഹിതൻ തൻ്റെ ഡിവൈൻ ക്വാറന്റൈൻ ഘട്ടത്തിൽ ദൈവത്തിന് എല്ലാം സാധ്യമാണെന്ന വലിയ തിരിച്ചറിവിലേക്കും വിശ്വാസത്തിലേക്കുമൊക്കെ വളർന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് അത് വ്യക്തമാകുന്നുണ്ട്. God has the power to create. God has the power to sustain. And God has the power to govern. Praise the Lord. യോഹന്നാൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ട അയൽക്കാരെല്ലാം ഈ ശിശു ആരായിത്തീരും എന്ന് ചിന്തിച്ചു. അവർക്ക് മറുപടിയായി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ശിശുവിൻ്റെ ഭാവി നിയോഗം എന്താണെന്ന് ആ അത്ഭുതപ്പെട്ട സമൂഹത്തെ റവറൻഡ് പുരോഹിത പ്രവാചകൻ സെഖര്യാവ് ആത്മാവിൽ നിറഞ്ഞ് പ്രവചിച്ചു പറഞ്ഞു. എൻ്റെ പ്രിയ കുഞ്ഞെ, അത്യുന്നതൻ്റെ പ്രവാചകനെന്ന് നീ വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കുവാൻ അവിടുത്തെ മുമ്പേ നീ പോകും. ജനത്തിന് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കും. ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം പകരാനും അവരുടെ പാദങ്ങളെ നയിക്കുവാനും നീ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഏതൊരു മാതാപിതാക്കൾക്കും അഭിമാനിക്കാവുന്ന മഹത്വം നിറഞ്ഞ ഒരു കുഞ്ഞായിരുന്നു യോഹന്നാൻ. പക്ഷേ ഈ കുഞ്ഞിനെ കൊണ്ട് സെഖര്യാവിനും എലിസബത്തിനും വ്യക്തിപരമായി എന്ത് പ്രയോജനമാണ് കിട്ടിയത്? വളരെ കാലത്തെ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനും ശേഷം വാർദ്ധക്യത്തിൽ ജനിച്ച കുഞ്ഞ് തങ്ങൾക്ക് താങ്ങും തണലുമാകാൻ യാതൊരു സാധ്യതയുമില്ലെന്ന യാഥാർത്ഥ്യം വേദനിപ്പിക്കുന്നതല്ലേ? കുഞ്ഞിൻ്റെ ജീവിതം മുഴുവൻ ദൈവപുത്രന് വഴിയൊരുക്കാൻ വേണ്ടി ദൈവം പൂർണ്ണമായി ഏറ്റെടുത്തിരിക്കുകയാണെന്ന യാഥാർത്ഥ്യം വാസ്തവത്തിൽ നിരാശയുണ്ടാക്കുന്നതല്ലേ? എന്നാൽ അത്തരം യാതൊരു പരിഭവവും നഷ്ടബോധവും സെഖര്യാവിൻ്റെ വാക്കുകളിൽ കാണുന്നില്ല. ദൈവം തന്നത് ദൈവനിയോഗത്തിനായി തിരിച്ചെടുത്തതിൻ്റെ യാതൊരു നഷ്ടബോധവും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുമില്ല. ദൈവത്തെ കൃതജ്ഞതയോടെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വാർദ്ധക്യത്തിൽ കരഞ്ഞ് അപേക്ഷിച്ച് നേടിയ കുഞ്ഞിനെ ദേവാലയത്തിൽ സമർപ്പിച്ചുകൊണ്ട് പഴയ നിയമത്തിലെ ഹന്ന പറഞ്ഞു, ഈ ബാലനായിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഇപ്പോൾ ഞാൻ അവനെ ദൈവത്തിന് സമർപ്പിക്കുന്നു.
നീണ്ട 100 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം തനിക്ക് ലഭിച്ച ഇസ്ഹാക്കിനെ ദൈവം ബലിവസ്തുവായി ചോദിച്ചപ്പോൾ വിശ്വാസികളുടെ പിതാവ് നിറഞ്ഞ മനസ്സോടെ അവനെ കാഴ്ചയായി സമർപ്പിച്ചു. ദൈവം തന്ന മക്കളെയെല്ലാം ദൈവം തന്നെ തിരിച്ചെടുത്തപ്പോൾ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്നാണ് ഇയ്യോബ് സ്തുതിച്ചത്. എങ്ങനെയാണ് ഈ മാതാപിതാക്കൾക്ക് ഇങ്ങനെയൊക്കെ പറയാനും നഷ്ടങ്ങളെ ഉൾക്കൊള്ളാനുമൊക്കെ കഴിഞ്ഞത്? ദൈവം അനുഗ്രഹവും അമൂല്യവുമായി തരുന്ന കുഞ്ഞുങ്ങളുടെ ആത്യന്തികമായ ഉടമസ്ഥാവകാശം ദൈവത്തിനാണെന്ന് അവർ വിശ്വസിച്ചത് കൊണ്ടാണ് മക്കളെ ഹൃദയപൂർവ്വം സമർപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞത്. ദൈവം അനുഗ്രഹമായി തരുന്ന മക്കളെ കേടുകൂടാതെ വളർത്തി വലുതാക്കി ദൈവനിയോഗങ്ങൾക്കായി വിട്ടുകൊടുക്കേണ്ട ഒരു താൽക്കാലിക കാര്യവിചാരകത്വം മാത്രമാണ് എല്ലാ മാതാപിതാക്കൾക്കുമുള്ളത്. ഞാൻ വളർത്തിയ എൻ്റെ മക്കൾ എന്നൊക്കെയുള്ള ഉടമസ്ഥാവകാശത്തിൻ്റെ ശബ്ദത്തിൽ ആത്മപ്രശംസ നടത്തുന്ന പേരൻസ് ഒരു സത്യം മറക്കരുത്. എന്താണത്? ഉടമസ്ഥൻ ദൈവമാണ്. ദൈവം മക്കളിൽ ചാലിച്ചു ചേർത്തിരിക്കുന്ന നൈസർഗിക വാസനകൾക്കൊത്ത് വളരുവാൻ അവരെ അനുവദിക്കണം. റോസയെ ഡാലിയാക്കാനും താമരയെ ലില്ലിയാക്കാനും ബലപ്രയോഗം നടത്തി ഒന്നിനും കൊള്ളരുതാത്തവരാക്കരുത്. ഉടമസ്ഥൻ ദൈവമാണ്. ആര് എന്താകണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം സകലത്തിൻ്റെയും പ്രോപ്പർട്ടി ഓണർഷിപ്പുള്ള അധികാരിയായ ദൈവത്തിനുള്ളതാണ്. സ്വന്തം ജീവിതത്തിൽ സാക്ഷാത്കരിക്കാത്ത ദുർമോഹങ്ങൾ നേടിയെടുക്കാനുള്ള ചട്ടകങ്ങളായി മക്കളെ ഒരിക്കലും കാണരുത്. അവരെ അമിതഭാരം ചുമപ്പിക്കരുത്. ഉടമസ്ഥൻ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമാണ് നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നടക്കേണ്ടത്. മക്കളെ ജീവിത പങ്കാളികളായി വിളിച്ച് വേർതിരിച്ച് അനുഗ്രഹിച്ച് ദൈവം ഒന്നാക്കുമ്പോൾ വാസ്തവത്തിൽ അവർ നമ്മൾ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെടുകയാണ്. നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണ്. ദൈവം സംയോജിപ്പിച്ച അവരുടെ ജീവിതത്തിൽ കടന്നു കയറി ഒരിക്കലും അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കരുത്. കണക്കും പരിഭവവും പറയരുത്. അവരുടെ ജീവിതത്തെ മോണിറ്റർ ചെയ്യരുത്. ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ ഒരിക്കലും വേർതിരിക്കരുത്. നമ്മുടെ മാതാപിതാക്കൾ അവർക്ക് നമ്മൾ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമുക്ക് ദാമ്പത്യവും കുടുംബവുമൊക്കെ ഉണ്ടായത്. അതൊരിക്കലും മറക്കരുത്. മക്കളുടെ കുടുംബജീവിതത്തെ ഡിസൈൻ ചെയ്ത ഉടമസ്ഥൻ ദൈവത്തിൻ്റെ തീരുമാനത്തെ നമ്മൾ എപ്പോഴും മാനിക്കണം. ജോബ് സ്റ്റാറ്റസും പ്രതിഫലവും കുറഞ്ഞ മേഖലകളിലേക്ക് കുട്ടികൾ തിരിയുമ്പോൾ ഒരിക്കലും അവരെ തടയരുത്. ഈ ലോകത്ത് ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരും വൈറ്റ് കോളർ ജോലിക്കാരും മാത്രം പോരാ.
ഇടയന്മാരും സാമൂഹ്യ പ്രവർത്തകരും കൃഷിക്കാരും പ്രകൃതി സ്നേഹികളും സാഹിത്യകാരന്മാരും കലാകാരന്മാരും എല്ലാവരും വേണം. മക്കളുടെ ദൈവനിയോഗങ്ങൾക്കായി അവരെ അനുവദിക്കണം. അവരെ തടയരുത്. കാരണം ഉടമസ്ഥൻ ദൈവമാണ്. കുട്ടികൾ അവരുടെ ഭാവി സുരക്ഷിതത്വത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും അനന്ത സാധ്യതകൾക്കുമൊക്കെയായി മാതാപിതാക്കളെ വിട്ട് പറന്നകലുമ്പോൾ അവരെ തടയരുത്. പരിഭവം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുത്, ശപിക്കരുത്. മാതാപിതാക്കളെ കരുതാത്ത മക്കൾ എന്ന് പറഞ്ഞ് ബന്ധുക്കളും അയൽക്കാരും പരദൂഷണം പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ ഹൃദയം കലക്കരുത്. അവരുടെ നന്മയിലും വളർച്ചയിലും സമൃദ്ധിയിലുമൊക്കെ സന്തോഷിക്കണം. നീലാകാശത്ത് ചിറക് വിരിച്ച് സ്വന്തം നിയോഗങ്ങളുടെ ചക്രവാളങ്ങളിലേക്ക് നമ്മുടെ മക്കൾ പറന്നുയരുന്നത് കണ്ട് സന്തോഷിക്കണം. ഓരോ കുഞ്ഞിൻ്റെയും ജീവിത ഡെസ്റ്റിനേഷൻ തീരുമാനിക്കുന്നത് ഉടമസ്ഥൻ ദൈവമാണ്. കാർഷിക വ്യവസ്ഥിതിയിൽ മക്കൾ മാതാപിതാക്കൾക്ക് ചുറ്റും കൂടുകെട്ടി അവരോടൊപ്പം കഴിഞ്ഞിരുന്ന കഴിഞ്ഞ കാലത്തിൻ്റെ മഹിമയും പുരാണവും ഇന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കാലം മാറി. നമ്മൾ കുട്ടികൾക്ക് ഹൈടെക് വിദ്യാഭ്യാസം കൊടുത്തത് അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ. സാധ്യതകൾ തേടി ഗ്ലോബൽ വില്ലേജായ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും അവർക്ക് കടന്നു പോകേണ്ടി വരും. കൂടുകെട്ടാനും കുഞ്ഞുങ്ങൾക്ക് ഇര തേടാനും മേച്ചിൽപ്പുറങ്ങൾ തേടി അവർക്ക് പോയേ പറ്റൂ. അതൊക്കെ ഉടമസ്ഥൻ ദൈവത്തിൻ്റെ തീരുമാനങ്ങളാണ്. എല്ലാ ജീവജാലങ്ങളും പിന്തുടരുന്ന പ്രകൃതി നിയമങ്ങളാണ്. അതേക്കുറിച്ച് ഓർത്ത് മാതാപിതാക്കൾ വിഷമിക്കരുത്. വാർദ്ധക്യത്തിൽ മക്കളുടെ സാന്ത്വനവും സാമീപ്യവും ലഭിക്കണമെന്ന താല്പര്യം എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാവുക സ്വാഭാവികമാണ്. സാഹചര്യങ്ങൾ അനുകൂലമായി വന്ന് അത് ലഭിക്കുന്ന ചുരുക്കം ചില മാതാപിതാക്കൾ ഭാഗ്യവാന്മാരാണ്. പക്ഷെ എല്ലാവർക്കും അത് ലഭിച്ചെന്ന് വരില്ല. ദൈവം ഫലമേൽപ്പിച്ച പേരൻറ്റിംഗ് നിയോഗം അനുഗ്രഹകരമായി പൂർത്തിയാക്കിയ മാതാപിതാക്കളെ വാർദ്ധക്യത്തിൽ ദൈവം കരുതും. താങ്ങും കരങ്ങൾ തീർച്ചയായും അവരോടൊപ്പം ഉണ്ടാകും. വാർദ്ധക്യത്തിൻ്റെ സഹനങ്ങളും അരിഷ്ടതകളുമൊക്കെ മക്കൾക്കും മെഡിക്കൽ സയൻസിനും എടുത്തു മാറ്റാൻ കഴിയില്ല. അത് അനുഭവിച്ചു തീർക്കേണ്ട കഠിന യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷേ ശക്തനാക്കുന്നവൻ മുഖാന്തരം ശക്തരാക്കുവാൻ ദൈവത്തിന് കഴിയും. നമ്മുടെ ജീവിത സായാഹ്നത്തെപ്പറ്റി ദൈവത്തിൻ്റെ ദിവ്യ പരിപാലനത്തിൽ അനേകം പദ്ധതികളുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ മനസ്സുറപ്പിക്കണം. ഭയപ്പെടേണ്ട, വിശ്വസിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ച് നിങ്ങളെ വഹിക്കും, ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും. യെശയ്യാപ്രവചനം 46-ാം അധ്യായം. ഞങ്ങൾ നിരാശരാകുന്നില്ല.
ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ്റെ അനുദിനം നവീകരിക്കപ്പെടുകയാണ്. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്. അവയുടെ ഫലമോ അനുപമമായ മഹത്വവും. 2 കൊരിന്ത്യർ 4-ാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പേരൻറ്റിംഗ് നിയോഗങ്ങൾക്കായി ഞങ്ങളെ തിരഞ്ഞെടുത്ത് ശക്തിപ്പെടുത്തിയതിനായി സ്തോത്രം. ക്രിസ്ത്യൻ പേരൻറ്റിംഗ് നിയോഗം അർത്ഥപൂർണമായി നിറവേറ്റുന്നതിലും മക്കൾക്ക് നല്ല മാതൃകയാകുന്നതിലും ഞങ്ങൾക്ക് സംഭവിച്ചു പോയ വീഴ്ചകളെ ഓർത്ത് ഖേദിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു. നിന്റെ ഇഷ്ടവും നീ ആഗ്രഹിക്കുന്ന നിയോഗങ്ങളും ഞങ്ങളുടെ മക്കളിലൂടെ നാഥ നിറവേറ്റണമേ. അതിനുവേണ്ടി അവരെ പൂർണ്ണമായി സമർപ്പിക്കാനുള്ള ഹൃദയവിശാലതയും ത്യാഗമനോഭാവവും ദൈവമേ ഞങ്ങൾക്ക് തരയണമേ. മുള്ളും പാറയും പെരുവഴിയുമാകുന്ന കുടുംബാന്തരീക്ഷത്തിലും പേരൻറ്റിങ്ങിലുമൊക്കെ വീണ് വളർച്ച മുരടിച്ചു പോകുന്ന കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കി അവിടുന്ന് അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പേരൻറ്റിംഗ് ശുശ്രൂഷയിൽ വന്നുപോയ കുറവുകൾ അവിടുന്ന് ക്ഷമിക്കണമേ. ഞങ്ങളുടെ എളിയ ശുശ്രൂഷകളെ മാനിക്കണമേ. നിന്റെ താങ്ങും കരങ്ങളിൽ ആശ്രയിച്ചും വിശ്രമിച്ചും നിത്യതയിലേക്കുള്ള യാത്രയ്ക്കായി ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു കർത്താവിൻ്റെ സമുന്നത നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.